ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ കറിയാണ് വയ്ക്കാൻ പോകുന്നത്. കോളിഫ്ലവർ കൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ചില്ലി ഗോബി. ഇന്ന് നമുക്ക് ചില്ലി ഗോബി ഉണ്ടാക്കിയാലോ? അർണവൻ്റെ ഭയങ്കര ഇഷ്ടം. അത് കണ്ടപ്പോൾ ഷോപ്പിലിരിക്കുന്ന കണ്ടപ്പോഴേ നമ്മൾ കോളിഫ്ലവർ ഇരിക്കുന്ന കണ്ടപ്പോൾ അവനതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ദെൻ ചില്ലി ഗോബി ഉണ്ടാക്കിയാലോ. അപ്പോൾ കഴുകി മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക കേട്ടോ. ഇങ്ങനെ ഫസ്റ്റ് തന്നെ കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം. കോൺഫ്ലവർ ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന്. പിന്നെ സോയാ സോസ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വൈറ്റ് വിനീഗർ ഒഴിച്ചു കൊടുക്കണം. നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. എഗ് വൈറ്റ് ഇടണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മളിത് എല്ലായിടത്തേക്കും അതിൻ്റെ മസാലേസും ഒക്കെ ഇങ്ങനെ വരണം. അപ്പോൾ നന്നായി മിക്സ് ചെയ്യണം. കണ്ടോ, അങ്ങനെ നമ്മൾ ഇവിടെ അങ്ങനെ ഇത് മിക്സ് ചെയ്ത് മസാലേസൊക്കെ മിക്സ് ചെയ്ത് കോളിഫ്ലവറിൽ നന്നായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രിഡ്ജിലൊന്ന് കുറച്ച് നേരം വയ്ക്കണം. ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിൽ കുറച്ച് നേരം വയ്ക്കണം. ചില്ലി ഗോബിയിലേക്കുള്ള വേണ്ട സംഭവങ്ങൾ ഐറ്റംസ് ഇവിടെ അരിഞ്ഞതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ ക്യാപ്സിക്കം, സബോള, ഇത്രയേ വേണ്ടൂ കേട്ടോ. അങ്ങനെ നമുക്കിത് വറുക്കാനെടുക്കാം. പാൻ ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കോളിഫ്ലവർ വറുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. എല്ലാതും ഓരോ ഭാഗങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ കിടന്ന് വറുത്ത് വരുമ്പോൾ നമുക്ക് ഒരു സൈഡ് വറുത്ത് വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടണം. ഓക്കെ, അങ്ങനെ ഗായ്സ് നമ്മൾ മറിച്ചിട്ടു. ഒരു സൈഡ് വെന്തതിന് ശേഷം നമ്മളത് മറിച്ചിട്ടു. അർണവ് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് കോളിഫ്ലവർ കൊണ്ടുള്ള റെസിപ്പി റെഡിയാക്കാന്ന് വിചാരിച്ചതല്ലേ അർണവ്? നോടിപ്പോയി. അപ്പം നമ്മളിതാ കണ്ടില്ലേ, എൻ്റെ റെഡിഷ് ലുക്ക് നോക്കൂ. ഓക്കെ അപ്പോൾ ഈ സൈഡും കൂടി ഒന്ന് വറുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കത് കോരിയെടുക്കാവുന്നതുള്ളൂ. അങ്ങനെ പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂക്കട്ടെ കേട്ടോ. സബോള അരിഞ്ഞ വെച്ച സബോള അല്ലാതെ ക്യൂബ്സായിട്ട് അരിഞ്ഞ വെച്ചതൊക്കെ ഇട്ട് കൊടുക്കാം. ഉപ്പ്, ഗരം മസാല, മല്ലിമുളക് വറുത്തത് ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇതൊക്കെ കൂടി നന്നായി ഇളക്കി കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, ഇത്രയുള്ള പരിപാടി ഏകദേശം ആയിട്ടുണ്ട്. ഇനി കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ആ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ വറുത്ത് കോരി വെച്ച നമ്മുടെ കോളിഫ്ലവർ ഇതായിട്ട് അങ്ങനെ അതെല്ലാം കൂടിയിട്ട് ഇനി മിക്സ് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞു നമ്മുടെ പരിപാടി. കണ്ടോ, നല്ല അടിപൊളി ചില്ലി ഗോബി. അപ്പം അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പേം പിന്നെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ നെക്സ്റ്റ് നിങ്ങൾ നോക്കിയിട്ടൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിലേക്ക് ഇതൊക്കെ കറക്റ്റാണ്. പിന്നെ വേണമെങ്കിൽ കോൺഫ്ലവർ ഒഴിച്ചെടുത്ത് വെള്ളം മിക്സ് ചെയ്തിട്ട് വെള്ളത്തിലിട്ടിട്ടേ കുറച്ച് കറി പോലെ ആക്കണമെങ്കിൽ ആക്കാം. പക്ഷെ ഞാനിത് ഡ്രൈ പോലെയാണ് ആക്കിയെടുക്കുന്നത്. ഇങ്ങനെ മതി, ഇങ്ങനെ മതി. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് ഒരു 3 മിനിറ്റ്സ് നമുക്ക് മൂടി വയ്ക്കണം. ഓക്കെ, അടച്ചു വയ്ക്കാം.
അപ്പം അതാ നമ്മുടെ കിഡലൻ കോളിഫ്ലവർ ഇതാ റെഡി ആയി കഴിഞ്ഞു ഗായ്സ്. കഴിച്ചു നോക്ക കുഞ്ഞാ. അപ്പം അതാ എല്ലാവരും ട്രൈ ചെയ്യൂ. യമ്മി. താങ്ക് യു. അങ്ങനെ അർണവിന് കൂടി കഴിക്കണം എന്ന് പറയാണ്. അർണവ് കഴിച്ചു നോക്കൂ. ഓക്കെ, താങ്ക് യു അന്ന. അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യൂ. താങ്ക് യു സോ മച്ച് എവറി വൺ ഫോർ യുവർ സപ്പോർട്ട്, ലവ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത്. ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.